கண்ணே உன்னை தேடுகிறேன் வா காதல் குயில் പാടുகிறேன் വാ. അച്ഛാ മൂന്നാമതൊരാളെ പോലെ എന്തിനാ ഇവിടെ കിടന്ന് ബെല്ലടിക്കുന്ന അച്ഛാ? അകത്തേക്ക് വാ. അമ്മ എന്താ ഇതൊക്കെ? മീനാക്ഷി മീനാക്ഷി എനിക്ക് പ്രേമം മൂത്തടി. പെറ്റ വേഗം പാഴായി 30 വർഷം പോയടി. മീനാക്ഷി പാഴാ നീ. അച്ഛാ അച്ഛനെപ്പോഴാ അച്ഛാ ഇതെല്ലാം തുടങ്ങി? എന്ത് തുടങ്ങിയെന്നാടാ? എന്താ അച്ഛാ ഇതൊക്കെ? ചെറിയ പിള്ളേരെ പോലെ കൂൾ ഡ്രിങ്ക്സ് ബോട്ടിലെല്ലാം മിക്സ് ചെയ്തിട്ട്. എന്താടാ ചെറിയ പിള്ളേരെ പോലെ അല്ലടാ, വലിയ ആളാ, നല്ല തഴക്കമുള്ള ആള്. എടേ മീനാക്ഷി, നിനക്കറിയാലോ എല്ലാരും എന്നെ അനിയൻ കുഞ്ഞെന്ന് വിളിക്കും. അതന്ന് പണ്ടായിരുന്നേ, ഇപ്പഴാരും നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ. അന്നു എന്നു എപ്പോഴും ഞാൻ തന്നെ അനിയൻ കുഞ്ഞ്. എന്താടാ അനിയൻ കുഞ്ഞെന്ന് പറയുന്നു ഇങ്ങനെ വെക്കുന്നു? ഒന്നും മനസ്സിലാവുന്നില്ലടാ മോനെ. അതൊന്നും ഇല്ലമ്മേ, ഉറങ്ങി എണീറ്റ് എല്ലാം ശരിയായിക്കോളൂന്നേ. എടേ മീനാക്ഷി, എന്താന്നേ? നിന്റെ കൈ എന്റെ നെഞ്ചത്ത് വെച്ച് പറ, സത്യമായിട്ടും എന്റെ ഭർത്താവ് ഇനി ഒരു കല്യാണം കഴിക്കുന്നതിന് സമ്മതമാണെന്ന് പറയടി. ഭഗവാനേ, ഇതൊക്കെ കേട്ട് ഞാൻ ഇനിയും ജീവിച്ചിരിക്കണോ ദൈവമേ? ഈ സമയത്ത് എനിക്കൊരു തലയിറക്കം പോലും വരുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ, ഞാൻ നിങ്ങളുടെ കാലെ പിടിക്കാം. കല്യാണം കഴിക്കാൻ പ്രായ ഒരു പയ്യനെ വെച്ചിട്ട് രണ്ടാമത്തെ കല്യാണത്തിനെ കുറിച്ച് പറയുന്നത്? നീ ഇതിൽ ഇടപെടണ്ട, ഇതെന്റെ സ്വന്തം കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയൊന്നും പറയല്ലെന്നേ. എടാ മോനെ, നിന്റെ ഭാവി രണ്ടാനമ്മയെ നിനക്ക് കാണണ്ടേ? ഇപ്പൊ കാണിച്ചതാ. എവിടെ? അയ്യോ അമ്മേ, നോക്ക് കണ്ടോ എങ്ങനെയുണ്ട്? എത്ര സുന്ദരിയല്ലേ. കാറ്റ് പോയാ? പോട്ടെ. അമ്മേ, അടുത്ത മീനമാസത്തിൽ ഇവളുടെ കഴുത്തി താല് കെട്ടി കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അച്ഛൻ വെറുതെ രണ്ടാമത് കല്യാണം ഒന്നും കഴിക്കണ്ട. അയ്യോ, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ കളിച്ച നാടകമായത്. എനിക്ക് അന്നേരെ അറിയായിരുന്നു എന്റെ മനുഷ്യൻ അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. എനിക്ക് മനസ്സിലായി. നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് മയങ്ങിപ്പോയേനെ. നിങ്ങൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ കള്ളത്തരത്തിൽ മയങ്ങിയത്. ഒന്ന് പോടി. ഞാൻ പറയാം 100% ഓക്കെ ആയിട്ട് പറയാന്ന് കരുതിയേ. 90% കൺഫേം ആയി. പെണ്ണു എന്നെ പ്രേമിക്കുന്നുണ്ട്. പിന്നെ അവളുടെ വാ കൊണ്ട് അവൾ ഐ ലവ് എന്ന് പറഞ്ഞില്ല, അത്ര മാത്രം. പറഞ്ഞുകൂടായിരുന്നു അവൾക്ക്? അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ്. എപ്പോ വേണമെങ്കിലും ഫോൺ വരാം. വേണമെങ്കിൽ സംസാരിക്കാം. അച്ഛാ, ഫോൺ എന്താ പ്രിയ? അഴകരാജ സ്പീക്കിംഗ്. വീട്ടിലുണ്ടല്ലോ പ്രിയ, ഒറ്റക്കേ ഉള്ളൂ. എന്റെ അടുത്ത് ആരുമില്ല. പറഞ്ഞു പ്രിയ, ഐ ആം വെയിറ്റിംഗ്. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് വേഗം വരാൻ പറ്റുമോ? ഇപ്പൊ തന്നെ വരാം പ്രിയ. ഓൺ ദി വേ. മോനെ, ഞങ്ങളെ വിട്ടിട്ട് പോലെ ഞങ്ങളും കൂടെ വരാം. രാജൻ ലവ് ഫീൽ എന്താണെങ്കിലും വന്ന് സംസാരിക്കാം. ഓക്കെ, ഞാനിപ്പോ പോവാം. അയ്യോ സോറി മാഡം. കൊതുകുതിരി, ലഡു, ബിസ്ക്കറ്റ്. എന്താ പ്രിയേ, എല്ലാരും മെഴുകുതിരി കത്തിച്ച് വെച്ചാ പ്രേമം പറയുന്നേ. നീ എന്താ കൊതുകുതിരി വെച്ച് പറയുന്നേ? അതും പറഞ്ഞിട്ട് മഹാഭാരതത്തിലെ കുന്തിദേവിയെ പോലെ തലയൊരു തുണിയും. ഞാൻ ഒരു കാര്യം പറയാം, ഈ പുതിയ ടെക്നിക്ക് നിന്നെ എവിടേക്കോ എത്തിക്കും. അയ്യോ, എന്താ ഇതൊക്കെ? എന്തോ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിടിച്ചു. മിസ്സായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ? എന്താ മോളെ, എന്നോട് ദേഷ്യമാണോ? നിന്നോട് ദേഷ്യമല്ല, കൊല്ലാനുള്ള ദേഷ്യടാ. എന്ത് കൊല്ലാനുള്ള ദേഷ്യമാണെന്നോ? എന്താണോ നടക്കുന്നേ? ആരാ ഇതൊക്കെ? എന്തിനാ ഇത്ര ആൾക്കാർ എന്റെ വീടിന്റെ വാതിൽക്ക് വന്ന് നിൽക്കുന്നത്? സാറേ, ഇവരൊക്കെ മംഗളം ചിറ്റ് ഫണ്ടിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുക. മംഗളം ചിറ്റ് ഫണ്ട്സ് ആഡ് നിക്ക്, സംസാരിക്കുന്ന കണ്ടില്ലേ? അച്ഛാ, മംഗളം ചിറ്റ് ഫണ്ട്സ് ആഡ് നന്നായി റീച്ച് ചെയ്തെന്ന് തോന്നുന്നേ. എല്ലാവരും എന്റെ അടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങാനും ഫോട്ടോ എടുക്കാനുമായിട്ടാ വന്നിരിക്കുന്നത്. മാഡം, ഞാൻ പറയുന്നത് അങ്കിൾ, എനിക്കെല്ലാം അറിയാന്നേ. അച്ഛാ, ആ കോളാമ്പിങ് എടുത്തേ, എന്തിനാ വിളിച്ചു പറ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടത്തെ കാണുമ്പോ എന്തോ അലർജി പോലെ. അയ്യോ നിക്ക് മോളെ, ആ മൈക്ക് അങ്കിൾ. അങ്കിളോ? ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ
നിങ്ങൾ എല്ലാവരും എന്റെ മോള് പരസ്യത്തിൽ അഭിനയിച്ചത് കണ്ട് അവളെ അഭിനന്ദിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് തന്നെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിൽ അവൾക്കും വളരെ ആഗ്രഹം. എന്നാ സമയം ശരിയല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം വേണ്ട. ഇനി വേറൊരു ദിവസം വല്ല മണ്ഡപത്തിലും വെച്ച് എടുക്കാവുന്നേ. തീയതി എന്നാണെന്ന് ഞാൻ അറിയിക്കാം. പോരെ? എല്ലാവർക്കും എന്റെ പൊന്നുമോളൊരു ടാറ്റ കൊടുക്കേ. രാമഗോപാല, എന്റെ മോളെന്നാ ഷക്കീലയും അറിയാവല്ലേ ആണോ? മേളിൽ നിന്ന് കൈപൊക്കി ടാറ്റ കാണിക്കാൻ. എടോ കൈ ചൂണ്ടി സംസാരിക്കുന്നു, താഴെ വന്ന മീശ പറിച്ചെടുക്കും ഞാൻ. എടോ ഇൻസ്പെക്ടറെ, അയാൾ കൈ ചൂണ്ടി സംസാരിക്കുന്നു, എന്റെ മോളെ അപമാനിക്കുന്നു. താൻ എന്തോ നോക്കി വെക്കാടോ? സാർ, ജനങ്ങളുടെ പൈസയൊക്കെ മംഗളം ചിറ്റ് ഫണ്ടുകാർ ഇന്നലെ രാത്രി തന്നെ എടുത്തോണ്ട് പോയി സാർ. ആരും ബഹളം വയ്ക്കരുത്, നിങ്ങളുടെ കാശൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സാർ, നിങ്ങളുടെ മോള് കാരണമാ ചിട്ടി ചേർന്നെന്ന് പറഞ്ഞാൽ കാശിട്ടവരൊക്കെ വന്നിരിക്കുന്നു. ഉത്തരം പറയണം സാർ, പറയണം സാർ. ഹലോ, മൈക്ക് ചെക്ക് 1 2 3 പറയണം സാറേ. മംഗളം ചിട്ടി ഫണ്ടിൽ കാശിട്ടവർക്കും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നും പറയണ്ട. മംഗള ചിറ്റ് ഫണ്ടിൽ പണം ഇവിടെ, പണത്തിന് ഞാൻ ഗ്യാരണ്ടി തന്റെ മോള് പറഞ്ഞോണ്ടാ ഞങ്ങൾ പണം ഇട്ടത്. വിശ്വസിച്ചല്ലേ കാശിട്ടത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ താഴേക്ക് വന്നാലുണ്ടല്ലോ നിന്റെ മൊത്തം 10 ലക്ഷം രൂപ കിട്ടാനുണ്ട്. രാജഗോപാൽ മകൻ രാമഗോപാൽ BIക്ക് കാശ് തിരിച്ചു തരാനുള്ള കഴിവുണ്ടോ ഇല്ലയോ പറ. എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ എന്റെ അച്ഛനെ നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഞാൻ ആരാന്നാ വിചാരിച്ചേ? രാജഗോപാലിന്റെ കൊച്ചുമോളാ. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഇതുവരെ കണക്ക് കാണിക്കാത്ത കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന്. നിസാര 10 ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭിക്ഷ കാശാ. നാണം കിട്ടാ 10 ലക്ഷം രൂപ വലിച്ചെറിയച്ചാ. എല്ലാരും ക്ഷമിക്കണം, ഞാനിപ്പോ ചിത്ര ദേവി പ്രിയ അല്ല, വെറും ദേവി പ്രിയ. അതുകൊണ്ട് ചിത്ര എന്ന് എടോ 10 മിനിറ്റിനുള്ളിൽ എല്ലാം സെറ്റിൽ ചെയ്തേക്കണം. ഒരു കുഞ്ഞു പോലും ഇവിടെ കണ്ടുപോകരുത്. ഒതുക്കത്തെ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങോട്ട് വരാനാ പറഞ്ഞ അച്ഛൻ വിളിക്കുന്നു. ഇവിടെ കൊണ്ട് മതി, ഒന്ന് വാ ഇങ്ങോട്ട്. എല്ലാം നമ്മുടെ തലയിലെഴുത്ത. കലക്കല്ലേ, നമ്മുടെ രാജഗോപാലിന്റെ പേരക്കുട്ടിയല്ലേ. അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് കണ്ടില്ലേ? 10 ലക്ഷം നിനക്ക് ഒന്നുമില്ല അല്ലേടി? എന്റെ അച്ഛൻ രാജഗോപാലൻ ബർമയിലെ കരിങ്കല്ലോടെ ചൊണ്ടാക്കിയ പൈസ അടിയത്. നിന്നെയൊക്കെ പൈസയുടെ ബുദ്ധിമുട്ട് അറിയാതെ വളർത്തിയില്ലേ ഇത്രയും. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയത്. ഇതിനുള്ള ശിക്ഷ എന്താ തരണ്ടെന്ന് അറിയാമോ? എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വാ പുതുന്നു. ആദ്യം കൈയെടുക്ക്. എന്തെങ്കിലും കഴിച്ച് AC-യിൽ ഉറങ്ങണ്ട ഞാൻ ഇതുപോലെ ഭക്ഷണം വെള്ളമില്ലാണ്ട് കൊതുകുടിയും കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുക. ഇതിനൊക്കെ കാരണം ആരാ? നീയാ, നീ മാത്രം. ഇത്രയും വർഷത്തില് ഒരു ദിവസം പോലും എന്റെ അച്ഛൻ എന്നെ തല്ലുകയോ വഴക്കുറയോ ഒന്നും ചെയ്തിട്ടില്ല. അറിയോ, രാവിലെ കൊണ്ട് അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. പറയൂ പ്രിയേ. ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോയി തരണം. ഇനി എന്റെ ലൈഫിൽ നിന്നെ എനിക്ക് കാണണ്ട. ഐ എം സോറി പ്രിയ. ഇനി ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. പ്രിയ, അപ്പൊ നമ്മുടെ പ്രേമത്തിന്റെ കാര്യം? നിന്റെ ഒരു പ്രേമം മണ്ണാ കേട്ടോ. Get out. ഞാൻ നേരത്തെ പറഞ്ഞ മംഗളം ഫൈനാൻസിന്റെ കാര്യം പുറത്താരോട് പറയരുത് കേട്ടല്ലോ. ഭയങ്കര എം ഡി സാറേ, സംഭവം അറിഞ്ഞായിരുന്നോ? നമ്മുടെ മൂർത്തി ചേട്ടനല്ലേ, അതായത് മംഗളം ഫൈനാൻസിന്റെ ഓണർ രായ്ക്ക് രാമാനം മുഴുവൻ പണവും വാരിക്കെട്ടി നാട് വിട്ട് ഒളിച്ചോടി പോയി. എന്തൊരു വേഗം! ഒരു കാര്യം ഓർമ്മയില്ലേ? അവരൊരു സോപ്പ് കൂട്ടി കാണിച്ച് ഓട്ട മത്സരത്തിൽ ഓടി ജയിച്ചാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ? പഴയ ജയഭാരതിന്റെ സോപ്പ് കൂട്ടി. 10 രൂപയുടെ സോപ്പ് കൂട്ടിക്ക് വേണ്ടി അത്രയും വേഗം കഷ്ടപ്പെട്ട് ഓടിയെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടുമ്പോ ഓടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഓടിയത്. ആ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എവിടുത്തെ MD ആണോ നിങ്ങൾ? നടന്നു. ഒരു കാര്യം ചെയ്യാം, ഈ അർദ്ധരാത്രിക്ക് തന്നെ കാസർഗോട്ടേക്ക് പോകാം. അവിടെ എൻ്റെ അമ്മാവൻ്റെ മോൻ ബാലു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചെത്തുകൾ എടുക്കുന്നതാ അവന്റെ പണി. നമ്മൾ കുടിക്കുന്നു, കുളിക്കുന്നു, ഉറങ്ങുന്നു. കുക്കു ബാലു അടിപൊളിയായിട്ട് ചെയ്തു തരും. മൂർത്തി ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞില്ലേടാ? എല്ലാം ചേർത്ത് നന്നായിട്ട് ചെയ്തിട്ടാ പോയത്. ഇതില് പുതിയ ഒരുത്തൻ ബാലു അവന്റെ
ഓഫീസറെ ഈ നിമിഷം തന്നെ ഞാൻ ജോലിയിൽ പുറത്താക്കുവാ. ഇനി ചാനലിന്റെ അടുത്ത് പോലും വന്നേക്കരുത്. ഇവിടെ നിന്നെ എനിക്ക് പോടാ. മോനെ രാജ, നിന്റെ ലവ് പൊട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാ. അതല്ലടാ, കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവള് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ടെറസിന്റെ മുകളിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നത് കാണുമ്പോ അതേടാ എനിക്ക് സന്തോഷമുണ്ടടാ മോനെ. സ്വന്തം മകന് ലവ് ഫെയിലിയർ ആണെന്ന് കേട്ട് സന്തോഷിക്കുന്ന ആദ്യത്തെ അച്ഛനും അമ്മ നിങ്ങൾ മാത്ര. എടാ മോനെ, നിന്റെ പ്രേമം പൊട്ടിയത് കൊണ്ടല്ല ഞങ്ങൾ സന്തോഷിച്ചത്. എന്റെ മകനും ഒരു പെണ്ണിനെ പ്രേമിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചത്. എനിക്ക് സന്തോഷമാണെന്നടാ പറഞ്ഞേ. ഒരു കാര്യം ഞാൻ പറയാം, ആ പെണ്ണ് ഏതാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ ആണെങ്കിലും ഞാൻ പോയി സംസാരിച്ച് നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കും. ഉറപ്പാ. ഒന്നും അറിയാതെ സംസാരിക്കാതെ അച്ഛാ. എനിക്കും ആ പെണ്ണിനോടൊക്കെ ചെറിയ പ്രശ്നമായി. ഇതൊന്നും ശരിയാവില്ല, വിട്ടേക്ക്. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം അറിയുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാൻ പോയി സംസാരിച്ചത് തീർക്കും, സത്യമായിട്ടും. എന്താ വെച്ചാ സത്യം? നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ തൊഴുതിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നു.